I'm Ennemcien. Welcome to quantum mechanics. Some questions from uncertainty principle. First one, number 8. State Heisenberg uncertainty principle. That's English. It is not possible to know with unlimited accuracy both the position and momentum of an atomic particle, the accuracy being limited by the relation delta x into delta p equals or equal or greater than or equal to h by 2 pi, where delta x is the uncertainty in position and delta p is the uncertainty in momentum, and h stands for Planck's constant. That will do. Question number 9. Using uncertainty principle, arrive at delta x into delta k equals 1, where k stands for wave number or propagation constant. നമുക്കറിയാം വേവ് നമ്പർ k എന്ന് പറഞ്ഞാൽ 2π by lambda. But momentum p equals h by lambda. Therefore, 1 by lambda equals p by h. ഇത് കെയിലോട്ട് ഇട്ട് കൊടുക്കുക. So k equals 2π into 1 by lambda. That is 2π into p by h. Therefore, p equals, ഇവിടുന്ന് p എടുത്താൽ lambda by h 2π into k. അപ്പോൾ അതിൻ്റെ അൺസർട്ടൻറ്റി എടുത്താൽ ഡെൽറ്റ പി ഈക്വൽസ് എച്ച് ബൈ 2π കോൺസ്റ്റൻസ് ആണല്ലോ ഇൻറ്റു ഡെൽറ്റ കെ. ഇത് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിലോട്ട് ഇടുക. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈക്വൽസ് എച്ച് ബൈ 2π. ദറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഇപ്പോൾ കിട്ടിയത് എച്ച് ബൈ 2π ഇൻറ്റു ഡെൽറ്റ കെ ഈക്വൽസ് എച്ച് ബൈ 2π. എച്ച് ബൈ 2π വുഡ് ഗോ, യു ഗെറ്റ് delta x into delta k equals 1. That's all. Number 10. What are the significant consequences of the Heisenberg uncertainty principle? ഇതിന് വളരെയേറെയും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഈ പോസ്റ്റിങ്ങിന് ഞാനതിന് മുതിരുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഒന്ന്, എ ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി മോഷൻ ഓഫ് എ സിംഗിൾ ഫോട്ടോൺ ഹാസ് മീനിങ് ഓൺലി വിതിൻ ദി ലിമിറ്റ്സ് സെറ്റ് ബൈ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ. അതായത് ഫോട്ടോണിനെ പാർട്ടിക്കിളായിട്ട് കണ്ടുകൊണ്ട് ക്ലാസിക്കൽ കോൺസെപ്റ്റ് അനുസരിച്ച് ഇത് ഇങ്ങനെ വെടിയുണ്ട പാഞ്ഞു പോകുന്നു, അതിൻ്റെ മൊമെൻറ്റവും പൊസിഷനൊക്കെ കൃത്യമായിട്ട് അറിയാം എന്നുള്ള ധാരണ വേണ്ട എന്നാണ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ സ്ഥാപിച്ചു വെച്ചത്. അപ്പോൾ അത് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിന് അനുസൃതമായിട്ട് പെരുമാറുന്ന ഒരു പാർട്ടിക്കിളായിട്ട് വേണം അതിനെ ചിത്രീകരിക്കാൻ. അടുത്ത പോയിൻ്റ്, അക്കോർഡിംഗ് ടു ബോർ ആറ്റം മോഡൽ, electron in a stationary orbit is associated with a definite energy. നമുക്കറിയാമല്ലോ, ബോറിൻ്റെ ആറ്റം മോഡൽ അനുസരിച്ച് ഓരോ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഡിസ്ക്രീറ്റ് എനർജി ഉണ്ട്. അപ്പോൾ അത് എനർജി വെൽ ഡിഫൈൻഡാ. അതിൻ്റെ അർത്ഥം അൺസർട്ടൻറ്റി ഇൻ എനർജി ഈസ് 0. അവിടെ അൺസർട്ടൻറ്റി പറയുന്നില്ലല്ലോ ബോർ. അപ്പോൾ ഡെൽറ്റ ഇ ടെൻസ് ടു 0. ഇതിനൊക്കെ എനർജിയും ടൈമും കൂടെ ചേർത്ത് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളുണ്ട്. ദറ്റ് ഈസ് ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽസ് എച്ച് ബൈ 2π ഫോർ എച്ച് കട്ട്. ഇവിടെ ഡെൽറ്റ ഇ 0 വെൽ ഡിഫൈൻഡ് എനർജി സ്റ്റേറ്റാ ബോറിൻ്റെ മോഡൽ അനുസരിച്ച് ഓരോ ഇലക്ട്രോൺ ഓർബിറ്റും. അങ്ങനെയെങ്കിൽ ഡെൽറ്റ ടി ഈസ് എച്ച് കട്ട് ബൈ ഡെൽറ്റ ഇ ഓർ ഡെൽറ്റ ടി ടെൻസ് ടു ഇൻഫിനിറ്റി. ഡെൽറ്റ ടി ഇൻഫിനിറ്റിയാണ്. അതിൻ്റെ അർത്ഥം ടൈം അളക്കുമ്പോൾ ഇൻഫൈനൈറ്റ് അൺസർട്ടൻറ്റി ഉണ്ടാകുന്നതാണ്.
അപ്പോൾ ടൈമിൻ്റെ മീനിങ് അവിടെ നഷ്ടപ്പെടുക. അതുകൊണ്ട് this is solved by replacing electron in its orbit by a de Broglie wave of lambda equals h by mv, where m mass of electron and v velocity of the electron, and using probability concepts. അപ്പോൾ വെൽ ഡിഫൈൻഡ് ഓർബിറ്റ് എന്നുള്ള പിക്ചർ മാറ്റേണ്ടി വരുന്നു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിക്കും. വലിയൊരു കോൺസിക്വൻസ് ആണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. മൂന്നാമത്തത്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ക്ലാസിക്കൽ ഐഡിയയിലെ കോസ് ആൻഡ് എഫക്റ്റ് തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുക. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു ബോഡിയുടെ പ്രസൻറ്റ് പൊസിഷനും മൊമെൻറ്റവും അറിയാം, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ പാസ്റ്റും ഫ്യൂച്ചറും പ്രഡിക്റ്റ് ചെയ്യാം ഈ പ്രസൻറ്റ് നോളജിൽ. പക്ഷേ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് മൊമെൻറ്റവും പൊസിഷനും അൺലിമിറ്റഡ് ആക്യുറസിയിൽ പ്രസൻറ്റ് സ്റ്റേജിൽ അറിയാൻ നിവൃത്തിയില്ല. പ്രസൻറ്റ് സ്റ്റേറ്റ് വ്യക്തമായിട്ട് അറിയാൻ പറ്റാത്ത ഒരു സിസ്റ്റത്തിനെ നമ്മളെങ്ങനെ അതിൻ്റെ ഫ്യൂച്ചറും ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യുക? പാസ്റ്റ് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ അപ്സെറ്റ് ആകുന്നു എന്നുള്ളതാണ് അറ്റോമിക് വേൾഡിൽ. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ്, ദി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അപ്പിയേഴ്സ് ടു അപ്സെറ്റ് ദി ക്ലാസിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്റ്റ്. ദീസ് ത്രീ ആർ ദി മെയിൻ കോൺസിക്വൻസസ്. വേറെ ധാരാളം ഉണ്ട്, അതൊക്കെ അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ളവർക്കേ പറ്റൂ, അതിൻ്റെ പോസ്റ്റിങ്ങിൽ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഡെൽറ്റ പി ഇൻറ്റു ഡെൽറ്റ എക്സ് ഈക്വൽസ് എച്ച് കട്ട്, ഗെറ്റ് എ റിലേഷൻ കണക്റ്റിംഗ് uncertainty in energy and momentum. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇതിൽ നിന്ന് എനർജിയും ടൈമും കൂടെ എടുത്ത് ഉള്ള റിലേഷൻ ഉണ്ടാക്കാനാണ്. ഡെൽറ്റ പി ഇൻറ്റു ഡെൽറ്റ എക്സ് ഈക്വൽസ് എച്ച് കട്ട്. ഇക്വേഷൻ നമ്പർ 1, ഇ ഈക്വൽസ് എച്ച് ന്യൂ. ന്യൂ ഈസ് സി ബൈ ലാംഡ. അതിൽ എച്ച് ബൈ ലാംഡ ഈസ് പി, മൊമെൻറ്റം. ചുരുക്കത്തിൽ ഇ ഈക്വൽസ് പി ഇൻറ്റു സി. ദർഫോർ പി ഈക്വൽസ് ഇ ബൈ സി. അങ്ങനെയെങ്കിൽ ഡെൽറ്റ പി ഈസ് ഡെൽറ്റ ഇ ബൈ സി. സി ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? ഇത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഡെൽറ്റ പിയുടെ സ്ഥാനത്ത് ഡെൽറ്റ ഇ ബൈ സി ഇൻറ്റു ഡെൽറ്റ എക്സ് ഈക്വൽസ് എച്ച് ബൈ 2 എൽ എച്ച് കട്ട്. ഡെൽറ്റ എക്സ് ബൈ സി, ഡിസ്റ്റൻസ് ബൈ പൊസിഷൻ, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടൈമല്ലേ, ഡെൽറ്റ ടി. ചുരുക്കത്തിൽ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽസ് എച്ച് കട്ട്. Another one, using uncertainty principle, establish that electron cannot be present in atomic nucleus. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഡെൽറ്റ പി ഈക്വൽസ് എച്ച് കട്ട് ബൈ ഡെൽറ്റ എക്സ്. എച്ച് കട്ട് ഞാനിപ്പോൾ എച്ച് എന്നേ എടുക്കുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ, ഓർഡർ അറിഞ്ഞാൽ മതി. എച്ച് ബൈ ഡെൽറ്റ എക്സ്. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് 6.6 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ അറ്റോമിക് ന്യൂക്ലിയസിൻ്റെ ഡയമീറ്റർ ഏതാണ്ട് 1 ഫെർമി 10⁻⁻15 മീറ്റർ. അപ്പോൾ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്തുള്ള ഡയമീറ്റർ, അതിൻ്റെ ഡയമീറ്റർ പൊസിഷൻ്റെ അൺസർട്ടനിറ്റി ആയിട്ട് വരാൻ പറ്റുള്ളല്ലോ. ദറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഈസ് 10⁻⁻15. ദറ്റ് യു ഗെറ്റ് 6.6 ഇൻറ്റു 10⁻⁻19. എങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ associated with the electron, delta p, p square by 2f, that is 6.6 into 10⁻⁻34 square by 2 into, take mass of electron as of the order of 9 into 10⁻⁻30. All this is 2.42 into 10⁻⁻7 joule.
അതിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കണം. അതിനുവേണ്ടി ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണോ ആ നമ്പർ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 1.6 ഇൻറ്റു 10⁻19. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1.5 ഇൻറ്റു 10⁻12 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഓർ ദാറ്റ് ഈസ് 1.5 ഇൻറ്റു 10⁻6 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ഓർക്കണം, ഒരു അറ്റോമിക് ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആൻഡ് 8 MeV ഓർഡറിലേ ഉള്ളൂ. ഇത് 1.5 ഇൻറ്റു 10⁻6 മില്യൺ ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ഓർഡറിലായിരിക്കും ഇലക്ട്രോണിന് അവിടെ എനർജി ഉണ്ടാകുക, ന്യൂക്ലിയസിനകത്താണെങ്കിൽ. എങ്ങനെ നിൽക്കാൻ പറ്റും? സോ since this is much greater than the binding energy of the nucleus, the electron will escape as soon as it is created in the nucleus. This is the reason why electron is said to be absent in an atomic nucleus. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നമ്മൾ വളരെയധികം ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യും. താങ്ക് യു.